നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മൊറോക്കോക്കെതിരെയുള്ള ഫ്രാൻസിൻ്റെ കംഫർട്ടബിളായിട്ടുള്ള വിജയത്തിന് ഇടയിലും ആരാധകർക്ക് ആശങ്കയായി മാറിയത് കിലിൻ എംബാപ്പയ്ക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ്. കളിയുടെ 77ാമത്തെ മിനിറ്റിൽ എംബാപ്പയെ പിൻവലിച്ച് മറ്റൊരു കളിക്കളത്തിലേക്ക് വിടുകയും ചെയ്തു. കളിക്ക് ശേഷം എംബാപ്പെ തൻ്റെ പരിക്കിൻ്റെ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് എന്നേക്കാൾ കളിക്കാൻ പ്രിപ്പയർഡ് ആയിരുന്ന ഫിറ്റായിരുന്നത് JP ആണ്, അതായത് മെറ്റേറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ ഇറക്കി എന്ന് മാത്രമേ ഉള്ളൂ. ജീൻ ഫിലിപ്പെ മെറ്റേറ്റ അവസാനം കളി പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ എംബാപ്പെ പറയുന്നു തൻ്റെ ആ ഒരു പരിക്കിൻ്റെ സിറ്റുവേഷൻ, ഇസാ ഡിയോപ്പിൻ്റെ ഒരു നോക്കാണ്, ഒരു കിക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നോക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ നൗ ഐ ആം ഫൈൻ. ഒരു നോക്ക് ആംഗിളിലാണ് കിട്ടിയത്, പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്, പ്രശ്നങ്ങളില്ല എന്ന് തന്നെ ബീൻ സ്പോർട്സിനോട് കളിക്ക് ശേഷം സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സോ പരിക്കിൻ്റെ ആശങ്ക അവിടെ ഒഴിയുകയാണ്. കളിക്ക് ശേഷം ദിദിയ ദശാമും പറഞ്ഞത് ചെറിയ ഡിസ്കംഫേർട്ട് താരത്തിന് അനുഭവപ്പെട്ടു, അതുകൊണ്ട് പിൻവലിച്ചതാണ്, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കളിയിലുള്ള ഫ്രാൻസിൻ്റെ മുന്നോട്ട് പോക്കിനെക്കുറിച്ചും എംബാപ്പെ പറയുകയുണ്ടായി. നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് വിജയിക്കുക എന്നുള്ളതാണ്. നമ്മളത് നേടിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സെമി ഫൈനലിലാണ്, നമ്മൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുന്നിൽ ഇതിനേക്കാൾ ടഫറായിട്ടുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത് എന്നും എനിക്കറിയാം. പക്ഷേ അതിനൊക്കെ നമ്മൾ റെഡിയാണ്. വി വിൽ ടേക്ക് ഇറ്റ് ഈസി ആൻഡ് വാച്ച് ടുമാറോസ് മാച്ച് ടു സീ ഹൂ വി വിൽ ബി പ്ലേയിങ്. അതായത് എതിരാളി ആരാവും എന്നറിയാൻ വേണ്ടി ഇന്നത്തെ കളി നോക്കും എന്നാണ് പറയുന്നത്. അതായത് ബെൽജിയം വേഴ്സസ് സ്പെയിൻ, അതിലെ വിജയികളാണല്ലോ അവരുടെ എതിരാളികളായിട്ട് വരുന്നത്. അതുകൊണ്ട് റിലാക്സ് ചെയ്ത് ഇന്നത്തെ കളി കാണും എന്നുകൂടി എംബാപ്പെ പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.